നമസ്കാരം. തിരക്കഥ എഴുതാൻ ശ്രമിക്കുന്നതിന് മുൻപായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില തയ്യാറെടുപ്പുകളെക്കുറിച്ചാണ് ഈ വീഡിയോ. വാക്കുകൾക്ക് ജീവൻ നൽകുന്ന കല തന്നെയാണ് എഴുത്ത്. കുറേ അധികം വായിക്കുകയും സിനിമ കാണുകയും ചെയ്തതിന് ശേഷം മനസ്സിൽ തോന്നുന്ന എന്തോ അത് ഒരു പേപ്പറിലേക്ക് പകർത്തി വയ്ക്കുക. അത് കൃത്യമായി രൂപഭദ്രമായ ഒരു കഥ തന്നെ ആകണമെന്നില്ല. വായിക്കുന്ന സമയം മറ്റു ബുക്കുകളോടൊപ്പം നമ്മൾ കണ്ട സിനിമയുടെ സ്ക്രിപ്റ്റുകൾ കൂടി വായിക്കാൻ ശ്രമിക്കുക. അത് ഫോളോ ചെയ്യുന്നതിനായിട്ടല്ല, ഫോളോ ചെയ്യാൻ പ്രയാസമായിരിക്കും. കാരണം ആ സ്ക്രിപ്റ്റിൻ്റെ ഫൈനൽ വേർഷനാണല്ലോ നമ്മൾ കാണുന്നത്. ആ കഥ സീനുകളായി ഡെവലപ്പ് ചെയ്ത സമയത്ത് റൈറ്റർ എന്തൊക്കെ തരത്തിലായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നമ്മുടേതായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എല്ലാവരുടെയും മനസ്സിൽ കഥയുണ്ട്. അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് അറിയാത്തത്. അതിന് എന്തെങ്കിലുമൊക്കെ എഴുതി തുടങ്ങുക എന്നേ പറയാനുള്ളൂ. വെട്ടിയും തിരുത്തിയും 1000 വട്ടം എഴുതുമ്പോൾ വാക്കുകൾ വഴങ്ങി തുടങ്ങും. അതുവരെ പരിശ്രമിക്കുക. ദിവസം 1 മണിക്കൂറെങ്കിലും എഴുത്തിനായി മാറ്റിവെക്കാൻ ശ്രമിക്കാം. ഏറെ നാളത്തെ പരിശ്രമത്തിന് ശേഷം എഴുത്തിൻ്റെ വഴിയിലേക്ക് എത്തുന്ന ഒരാൾ അടുത്തതായി ശ്രമിക്കേണ്ടത് നല്ലൊരു ആശയം കണ്ടെത്തുന്നതിനാണ്. എന്തൊക്കെ തരത്തിൽ ചിന്തിച്ചിട്ടായിരിക്കും ഒരാൾ ഒരു ആശയം കണ്ടെത്തുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നമ്മൾ കണ്ടെത്തിയ പ്രധാന ആശയത്തെ മുൻനിർത്തി അതുമായി ചേർന്ന് നിൽക്കുന്ന മറ്റ് സംഭവ പരമ്പരകളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു കഥയായി രൂപപ്പെടുത്താൻ ശ്രമിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കഥയ്ക്ക് ആദി മധ്യാന്ത പൊരുത്തമുണ്ടായിരിക്കണം. ഒരു തുടക്കവും കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിനെക്കുറിച്ചും അവസാനിപ്പിക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ചും കൃത്യമായ ഒരു ധാരണയുണ്ടാവണം. കാരണം ഈ കഥ വെച്ചിട്ടാണ് നമ്മൾ തിരക്കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഒരു കഥ അനേകം രംഗങ്ങളിലൂടെയാണല്ലോ തിരക്കഥയായി വികസിക്കുന്നത്. സീൻ എഴുതുന്നതിന് തൊട്ടു മുൻപുള്ള അവസ്ഥയാണ് ഇത്. ഒരു സീനിൻ്റെ രത്നച്ചുരുക്കമാണ് വൺ ലൈൻ എന്ന് പറയാം. ഒരു സീനിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് 2-3 സെൻറ്റൻസിൽ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്ത ഘട്ടം തിരക്കഥാ രചനയാണ്. എന്നാൽ അത് പൊടുന്നനെ സംഭവിക്കുന്ന ഒന്നല്ല എന്ന പൂർണ്ണ ബോധ്യം ഉണ്ടാവണം. പലവട്ടം എഴുതി പരാജയപ്പെട്ടതിന് ശേഷം സ്വയം അതിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ആ ഒരു മാനസികാവസ്ഥയോട് കൂടി തന്നെ എഴുതാൻ ഒരുങ്ങണം. കഥയെ വൺ ലൈനായി വികസിപ്പിച്ചതിൽ നിന്നും സീനുകളെ വിശദമായി എഴുതി തുടങ്ങുന്നു. എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് താഴെ കൊടുക്കാം. ഓരോ കഥയ്ക്കും അനുയോജ്യമായ രീതിയിലാണ് കഥാപാത്രങ്ങൾ രൂപം കൊള്ളുന്നത്. പ്രധാനമായി ഏതൊക്കെ തരത്തിലാണ് കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നോക്കാം. നമുക്ക് നേരിട്ടറിയുന്ന വ്യക്തികളുടെ കഥയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവ സവിശേഷതകൾ കഥാപാത്രത്തിലേക്ക് സന്നിവേശിപ്പിക്കാറുണ്ട്. കോപ്പി ചെയ്യുകയല്ല, മിക്സ് ചെയ്യുകയോ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുകയോ ചെയ്യും. ഏതെങ്കിലും വിധത്തിലുള്ള അനുഭവത്തിൽ നിന്ന്, അത് കണ്ടറിഞ്ഞതോ കേട്ടറിഞ്ഞതോ വായിച്ചറിഞ്ഞതോ ആവാം. സാധാരണയായി കണ്ടുവരുന്ന സ്വഭാവത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്ന വളരെ വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ നൽകിക്കൊണ്ട് കഥാപാത്രത്തെ രൂപപ്പെടുത്താറുണ്ട്. കഥാപാത്രത്തിൻ്റെ അംഗവിക്ഷേപങ്ങൾ ഏറെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒന്നാണ്. അവ കഥാഗതിയെ തന്നെ നിയന്ത്രിക്കുന്ന വിധത്തിൽ ശക്തമായ സാന്നിധ്യമാവാം. സംഭാഷണങ്ങൾ ആകർഷകമാക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആകർഷകമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഹിത്യഭാഷ കൊണ്ടുവരിക എന്നല്ല. ഒരു സീനിൽ ആവശ്യമായ ഇമോഷൻ നൽകാൻ സംഭാഷണങ്ങൾക്ക് സാധിക്കണം. ദൈനംദിന ഭാഷയേക്കാൾ നല്ല ഭാഷ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ സിനിമയുടെ സ്വഭാവം അനുസരിച്ച് അതിൽ വ്യത്യാസം വരും. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം എന്ന രീതിയിലുള്ള ഡയലോഗ് വാഴയിൽ യൂസ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? സിനിമയുടെ മൂഡ് അനുസരിച്ച് വേണം ഡയലോഗ്സ് എഴുതാൻ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഡയലോഗ്സ് ചെറുതാക്കി പറയുക എന്നത്. ഒരു സെൻറ്റൻസിൽ പറയേണ്ട കാര്യം വലിച്ചു നീട്ടി 10 സെൻറ്റൻസിൽ പറയും. നിരന്തര സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ പോലും ഈ മിസ്റ്റേക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരു നോട്ടം കൊണ്ട് ഇമോഷൻ കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിശബ്ദതയാണ് നല്ലത്. ഇതൊക്കെ എഴുത്തിൽ മെൻഷൻ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒരുപാട് നാടകീയമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ അറിവ് മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട് സംഭാഷണങ്ങൾ വലിച്ചു നീട്ടി എഴുതുമ്പോൾ പ്രേക്ഷകൻ ബോറടിച്ച് മരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും. പക്ഷേ പ്രേക്ഷകൻ്റെ അവസ്ഥ അതല്ലല്ലോ. സംഭാഷണത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ അത് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എഴുതി സ്വയം മനസ്സിലാക്കേണ്ട ഒന്നാണത്. അങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കും.